അയ്യപ്പേട്ടാ, മന്ത്രി കെ രാജൻ വിളിച്ചപ്പോഴേ ADGP ആയിരുന്ന MR അജിത് കുമാർ ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയതിൽ തെറ്റില്ല എന്ന് പിണറായിയും പറഞ്ഞു. ചേട്ടൻ എന്തെങ്കിലും തെറ്റുന്നുണ്ടോ? പ്രജിത, തൃശ്ശൂർ പൂരത്തിന്റെ കാര്യമല്ലേ പ്രജിത പറയുന്നേ? അതായത് അജിത് കുമാറിന് നിസ്സാരമായിരിക്കാം, ഒരു ദേശത്തിന്റെ വികാരമാണ് അദ്ദേഹം തല്ലിക്കെടുത്തിയത്, അല്ലേ? അതെ, ഒരു ദേശത്തിന്റെ വികാരം തല്ലിക്കെടുത്തിയിട്ട് വർഷം 1.5 കഴിയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ട് ഭരണത്തെ അദ്ദേഹം വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി മാറ്റി വെച്ചിട്ടുണ്ട്, ശശിയേട്ടൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇതിപ്പോൾ വീണ്ടും ആകുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ദർവേഷ് സാഹിബ് സാർ ഇറങ്ങുകയാണ്, അദ്ദേഹത്തിൻ്റെ DGP പദവിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി കൂടെ ഘടകകക്ഷിയായിട്ടുള്ള CPI കൂടെ LDF മുന്നണി യോഗത്തിൽ അത്ര കണ്ട് ഇവിടുന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്, അല്ലേ? ഈ അന്വേഷണം പ്രഖ്യാപിച്ച് ഇപ്പോൾ DGPയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടിൽ MR അജിത് കുമാർ വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉറങ്ങിപ്പോയി, എന്നെ മന്ത്രി വിളിച്ചു. എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? പ്രജിത, പോലീസ് പണി. DGP, അതെ, ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ദേശത്തിന്റെ വികാരമാണ് അത്. ആ വികാരത്തിന് അവിടെ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാഷ്ട്രീയത്തിന് അവിടെ പ്രസക്തിയില്ല, രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഓരോ മനുഷ്യനും, തൃശ്ശൂരത്തെ ഓരോ മനുഷ്യനും ഓരോ വർഷവും ആ പൂരം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആ കാത്തിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ഡ്രാമാസ് അതിനിടയിൽ നടന്നു, എന്തെല്ലാം സുരേഷ് ഗോപി ആംബുലൻസിൽ വരുന്നു, അങ്ങനെയുള്ള വിഷയങ്ങൾ. പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരോട് എന്താ പറയാ, ആനക്ക് ഭക്ഷണം കൊടുക്കാൻ പട്ട കൊണ്ടുപോകുമ്പോൾ അവരോട് തട്ടിക്കയറുന്നു. ഇതെല്ലാം വന്നതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഒരു ADGP ഇത്രയും വലിയൊരു വിഷയം, ഒരു ഉത്സവം അവിടെ നടക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങി. ഒരു ദേശത്തിൻ്റെ കാര്യമാണ്, നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു ദേശത്ത് നടക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത്? ഒരു ഡോക്ടർക്ക് ഏത് നിമിഷവും അലേർട്ടായിട്ടാണ് ഓരോ ഡോക്ടർമാരും കിടക്കുന്നത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഏത് സമയത്തും വിളി വരും എന്നുള്ള ഒരു കൺസേണിലാണ് അവർ കിടന്ന് ഉറങ്ങുന്നത് പോലും. അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യം. അവർക്ക് ഏത് സമയത്താണ് അവർ ദേശത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഞാൻ ഓഫായിരുന്നു, അല്ലെങ്കിൽ ഞാൻ രാത്രിയായിരുന്നു, ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നതിൽ, പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു ആഘോഷം അവിടെ നടക്കുമ്പോൾ അത് പറയുന്നതിൽ എന്താണ് ഒരു ഔചിത്യമില്ലായ്മയില്ലേ? അതായത് പ്രജിത പറഞ്ഞ ആ പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് തന്നെ ഞാൻ പറയാം. അതായത് ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആണ്. അതെ, പ്രശ്നമുണ്ട് എന്ന് തലേ ദിവസം അറിയിക്കുന്നു. അദ്ദേഹം ഏത് പോലീസ് ഓഫീസറെ തന്റെ കീഴിൽ ആക്കിയിരുന്നാലും അദ്ദേഹം അന്ന് അവിടെ ഉണ്ടാകണമായിരുന്നു, അലേർട്ടായിരിക്കണം, അദ്ദേഹം അവിടെ ഉണ്ടാകണം. പ്രജിത ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഡോക്ടർമാര്, നമ്മൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ സാധാരണക്കാർ കിടക്കുന്ന വാർഡുകൾ അവിടെയുണ്ട്. അതായത് എനിക്കൊരു അനുഭവം ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ പറയുന്ന ഹൗസ് സർജൻ ആവട്ടെ, മെയിൻ ഡോക്ടർ ആവട്ടെ, പ്രജിത 12 മണി, 1 മണി, 2 മണി രോഗിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ വെപ്രാളം ഉണ്ടായാൽ അവരുടെ ആ ഒരു അലർട്ട് കാണണം. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് ചേട്ടാ. അത് തിരുവനന്തപുരത്ത് നിന്നല്ല, അത് ഏത് സ്ഥലത്തും. കാര്യം നമ്മൾ ഇത്രയും പറയുമ്പോഴും ആ ഒരു വിഭാഗത്തിൻ്റെ സത്യമാണ്. എൻ്റെ സ്വന്തം ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. കാര്യം നമ്മളെപ്പോലെ ഈ മാധ്യമത്തിലേക്കുള്ള നമ്മളൊരു 3-ാം കണ്ണോടെ എല്ലാം വീക്ഷിക്കുള്ളൂ. ഈ 3-ാം കണ്ണിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇതൊക്കെ കണ്ട് വിമർശനങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് അറിയണമല്ലോ എന്ന് നോക്കുമ്പോൾ എന്താ അലർട്ടെന്നറിയും. അപ്പം അവിടെ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടാകും എന്ന് അറിഞ്ഞ ശേഷവും അതിനെ ഇത്തരത്തിൽ നിസാരവൽക്കരിച്ച് പറയുകയും അതിനൊരു മറുപടി ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ADGP അജിത് കുമാർ ശരിക്കും ഇതിനെ ഒരു നിസാരവൽക്കരിച്ചാണ് കാണുന്നത്. പ്രിയത ഇപ്പോൾ പറഞ്ഞു ദേശത്തിൻ്റെ വികാരം. പ്രിയ, നമ്മൾ ഇന്നും ആ ഏറ്റ മുറിവ് അവിടുത്തെ സാധാരണക്കാരോട് നമ്മൾ ചോദിക്കുക, അവർ തൃശ്ശൂർ ഭാഷ തിരിച്ച് മറുപടി പറയും, ചേട്ടൊന്ന് പോയേ, ഞങ്ങളത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മീഡിയയുടെ ആളായിട്ട് ചെല്ലട്ടെ, ചേട്ടാ ഇതെന്തായിരുന്നു വിഷയം, ഈ കഴിഞ്ഞ തവണയൊക്കെ എത്ര പേര് ചോദിച്ചെന്നറിയോ? എടോ, അതാണ് അതിനൊരു ഹ്യൂമാനിറ്റി വേണം. അതിന് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ പുറമെ താൻ എന്തൊക്കെയോ ആണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യം, ആ പുറംചട്ട മാറ്റിവെക്കണം. താൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു ധാർഷ്ട്യം മാത്രമല്ല, അതിന് പിന്നിൽ മറ്റെന്തോ കളികൾ നടന്നിട്ടുണ്ട്, ബാഹ്യമായ കളികൾ നടന്നു. അത് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. അങ്ങനെ കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങിയ ആളെ എണീപ്പിക്കാം, ഉറക്കം നടിക്കുന്ന ആളെ എണീപ്പിക്കാൻ കഴിയില്ലല്ലോ. പ്രീത ആ പറഞ്ഞ പോയിന്റിൽ ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചതാണ്. ഇത് ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്.
ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. സുരേഷ് ഗോപിയെ രംഗത്തിറക്കാൻ വേണ്ടിയിട്ട്, സുരേഷ് ഗോപിക്ക് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. അതിനു മുമ്പേ തന്നെ ഇതിനൊരു തിരക്കഥ ADGP അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി പോകുന്നു, RSSന്റെ കാര്യവാഹകനെ കാണുന്നു, അവർ തമ്മിലൊരു ഡീൽ ഉറപ്പിക്കുന്നു. ഇതൊക്കെ പച്ചവെള്ളം കുടിച്ചാലും ബുദ്ധി ഉണ്ടാവും. പച്ചവെള്ളം കുടിക്കുന്നു, അരിയാഹാരമൊന്നും കഴിക്കണ്ട, പച്ചവെള്ളം കുടിച്ചാലും ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഇത് ക്രിയേറ്റഡ് സ്റ്റോറിയാണ്, ഒരു A ക്ലാസ് തിരക്കഥയാണ്, ഇതൊരു സിനിമയാക്കാൻ പറ്റിയ തിരക്കഥയാണ്. ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് വേണമെങ്കിൽ ഒരു ബൾബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു സീനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഗൂഢാലോചന അജിത് കുമാർ ഇങ്ങനെ ഇരിക്കുന്നു, വേണമെങ്കിൽ മദ്യം അകമ്പടിയായിട്ട് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, ഇതൊരു ക്രിയേറ്റഡ് സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ അതിന് ഈ രാജൻ മിനിസ്റ്റർ വേണമെന്നില്ല, സുനിൽകുമാർ വേണമെന്നില്ല, തൃശ്ശൂർ ദേശത്തെ അവരിടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് അവിടെ ഒരു വികാരമായിരുന്നു. ഇവരറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന മിനിസ്റ്റർ രാജനും ഈ പറയുന്ന സുനിൽകുമാർ ആയാലും അവരൊന്നും അറിയാനുള്ള സാധ്യത കുറവാണ്. ഇവരറിയാണ്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സ്റ്റോറി ആയത്. അറിഞ്ഞോ അവസാനം പുറത്തു വന്നു? അല്ല, അവസാനം അറിഞ്ഞു. അതുകൊണ്ടാണ് അവർ അതിനെതിരെ നിന്നത്. കാരണം അത് അവർക്ക് അവരുടെ എന്താ പറയുക ഇടതുപക്ഷം എന്ന് പോലുമല്ല അവർ ചിന്തിച്ചത്. അവരുടെ ദേശത്തിന്റെ അവിടെ ഈ പറയുന്ന കെ രാജനും VS സുനിൽകുമാറിനും ഒക്കെ അവരുടെ ദേശത്തിൻ്റെതായിട്ടുള്ള ഒരു ആ ദേശവികാരം ഉണർന്നത് കൊണ്ടാണ് അവർ അത്രയും വലിയ. മാത്രമല്ല അവിടെ ഇങ്ങനെയൊരു ആ ഒരു മണ്ണ് എന്ന് പറയുന്നത് CPIക്ക് അവകാശപ്പെട്ടത് എന്ന് പറയുന്നത് അത് വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ കളി മുഴുവൻ അവിടെ കളിച്ചത്. അവർക്ക് ആ 2 തരത്തിലും കൊണ്ടിട്ടുണ്ട് CPIക്ക്. പിന്നെ എന്താ പറയുന്നത്? CPI ആയാലും CPM ആയാലും CPM-കാരുടെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഈ ചട്ടത്തിൽ അവിടെ നടക്കും? ഒരിക്കലും നടക്കില്ല. CPI VV രാഘവൻ കരുണാകരനെ മലർത്തിയടിച്ച സ്ഥലമാണ് തൃശ്ശൂര്. 1000 വോട്ടെങ്കിൽ 1000 വോട്ട്. VV രാഘവൻ ആരായിരുന്നു? അത് സുനിൽകുമാർ ഒരിക്കലും മോശക്കാരനൊന്നുമല്ല, ഒരിക്കലും അല്ല, ഒരു നല്ല ജനകീയനായ മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ, ശരി ഉറങ്ങിപ്പോയോ മോനെ, ചെല്ലക്കിളി ഉറങ്ങിയെങ്കിൽ ചെല്ലക്കിളി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് മാറ്റി വെക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഇത് മാറ്റിവെക്കും. ഇതിന്മേലൊരു തീരുമാനം ഉടനെയൊന്നും മുഖ്യമന്ത്രി എടുക്കില്ല. 8-9 മാസമുണ്ട്. ഇപ്പൊ UPSCയിൽ പരിഗണനയ്ക്ക് പോയിരിക്കുന്ന പേരുകളിൽ അജിത് കുമാർ ഉണ്ട്, ADGP ആയിട്ട് തിരിച്ചു വരാനുള്ള പേരുകളിലും ഉണ്ട്. അപ്പോ ഇത്തരത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ DGP റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. നിലമ്പൂർ ഇലക്ഷൻ വരികയാണ്. സാധാരണഗതിയിൽ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ സർക്കാർ പ്രത്യേകിച്ച് CPM-ന് ആരോടെയും ഒരു പ്രതിപത്തിയില്ല, പാർട്ടിക്കാരോട് പോലും പ്രതിപത്തിയില്ല. ഇപ്പോൾ ഓരോരുത്തർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വോട്ടൊക്കെ വാങ്ങി. അല്ല, ഈ AKG സെന്ററിൽ ഈ CPI-ക്കാർ വന്നിട്ട് എത്രത്തോളം ബഹളം വെച്ചിട്ടാണ് ഈ ഒരു അന്വേഷണം പോലും. LDF മുന്നണി യോഗത്തിൽ എത്ര നമ്മളൊക്കെ പറയുമായിരുന്നു ബിനോയ് വിശ്വത്തിന് ഗഡ്സ് ഇല്ല, പിന്നെ ബിനോയ് വിശ്വം ഇത് പറഞ്ഞു തന്നെ ഭാഗ്യം എന്ന് പറയാം. പക്ഷെ അവിടെ ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വന്നു, വലിയേട്ടനോട് കൊച്ചേട്ടന് പറയേണ്ടി വന്നു, അല്ലേ? വലിയേട്ടനോട് കൊച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ കണ്ടുപിടിച്ച വരും. അപ്പോൾ അത്തരത്തിൽ അത്രയും ആവശ്യപ്പെട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കി. ഇപ്പോൾ ദർവേശ് സാഹിബിനെ സംബന്ധിച്ച് ദർവേശ് സാഹിബ് എഴുതുന്നത് കൃത്യമായിരിക്കും. ഉറങ്ങിപ്പോയി എന്ന ഒരു കാരണം പറഞ്ഞ് ഇദ്ദേഹം അജിത് കുമാർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അത് തെറ്റായിപ്പോയി എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ. കാര്യം അദ്ദേഹം പോകുന്നുണ്ട്, അദ്ദേഹത്തിന് മുന്നും നോക്കേണ്ട കാര്യമില്ല, എഴുതി കൊടുക്കും. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിന്മേൽ ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം അതൊക്കെ നമ്മളെ വിഡ്ഢികളാക്കാനാണ്. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ്, റിപ്പോർട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയും. റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിന്മേൽ നടപടി സ്വീകരിച്ചെന്ന് പറയും, ചിലപ്പോൾ സ്വീകരിച്ചില്ലെന്ന് പറയും, ചിലപ്പോൾ സ്വീകരിക്കത്തൊന്നുമില്ല. കാര്യം ഇതുവരെയുള്ള CPM മുഖ്യമന്ത്രിമാരുടെ ഒരു സ്വഭാവവും പിണറായി വിജയനില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥരെ വളരെയധികം ചേർത്ത് നിർത്തുന്ന ഒരു കരുണാകരൻ സ്റ്റൈലാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയുടെ സ്റ്റൈലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് VD സതീശനൊക്കെ ഇത്രയും ഇഷ്ടം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് കാത്തിരിക്കാം ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയാൽ ശേഷം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന്. പിന്നെ ഒരുപാട് ആകാംക്ഷയൊന്നും വേണ്ട. അല്ല, അതിൽ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പേരിന് ഒരു നടപടി വരുമായിരിക്കും. അത്രേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ഭരണം വരുമ്പോൾ ADGP P. ശശിയെ തരം താഴ്ത്തിയിട്ട് എന്താ സംഭവിച്ചത്? P. ശശിയെ തിരിച്ച് ഡബിൾ പ്രൊമോഷൻ കൊടുത്താണ്. പാർട്ടിക്കാരനാണ്. അതെ, അതുപോലെ തന്നെ കൊണ്ടുവരും. ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തെ തിരിച്ചെടുക്കും. സ്നേഹമുള്ള ഉദ്യോഗസ്ഥനാണ്, വാലാട്ടിയായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, പിന്നെ എവിഡൻസുകൾ പലതും സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതുവരെ കണക്കപ്പിള്ളയായിരുന്ന ആള് നോക്കിയാലേ ഇനിയുള്ളത് അങ്ങോട്ട് ടാലിയായി പോവുള്ളൂ. ഒരാളെ പുതിയത് കൊണ്ടുവരുമ്പോൾ ഇത് മുഴുവനും അയാളിത് പഠിച്ചിട്ട് വേണം. ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ കുഴപ്പമില്ല, അദ്ദേഹത്തിനാണെങ്കിലും ഇവർ തമ്മിലൊരു കരാറാകും, ഇവർ തമ്മിലൊരു ഉടമ്പടിയാകും. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് നാൾ മാറ്റി നിർത്തും. അദ്ദേഹത്തിന് ഇനിയും സർവീസ് ഉണ്ട്.
ഏറ്റവും അധികം സർവീസ് ഉള്ളത് അദ്ദേഹത്തിനാണ്. ജൂനിയർ, അതെ, 5ാം സ്ഥാനക്കാരനാണ് ആ ലിസ്റ്റിൽ. അപ്പൊ അദ്ദേഹത്തെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. കാരണം മനോജ് എബ്രഹാമിനേക്കാളും എല്ലാം പിണറായിക്ക് താല്പര്യം എന്ന് പറയുന്നത് ADGP MR രാജേഷ് കുമാറിനെ തന്നെയാണ്. അതെ, ഏതായാലും നമുക്ക് കാത്തിരിക്കാം.